പുനലൂർ വാളക്കോട് സെന്റ് മേരീസ് ക്നാനായ സിറിയൻ ചർച്ചിന്റെ നേതൃത്വത്തിൽ ഓശാന ഞായർ ആഘോഷിച്ചു. യേശുവിനെ ജെറുസലേമിലേക്ക് എത്തിച്ചതിന്റെ ആ വലിയ ഓർമ്മയാണ് ഈ ഓശാന തിരുനാളിൽ സഭയിൽ സമഗ്രമായി ആഘോഷിക്കുന്നു. രാജകീയമായി പോയതിൻ്റെ ഓർമ്മയാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. യേശു തമ്പുരാൻ ജെറുസലേമിലേക്ക് പോകുമ്പോൾ ഏറ്റവും താഴ്ന്ന വാഹനമൃഗമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഒരു കഴുതയെ തൻ്റെ വാഹനമൃഗമാക്കി തിരഞ്ഞെടുത്തു. സമൂഹത്തിലെ ഏറ്റവും താണു കിടക്കുന്ന ആൾക്കാരെ കയ്യിലെടുത്തവനാണ് യേശു തമ്പുരാൻ. ആ യേശു തമ്പുരാൻ്റെ അനുയായികളാണ് നമ്മളൊക്കെ. തഴയപ്പെട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ആശ്വാസം പകരാൻ, അവരെ വാനോളം ഉയർത്താൻ നമുക്കൊക്കെയും കടമയുണ്ട്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഇടവകയിൽ തന്നെ പാവപ്പെട്ടവരുണ്ടാകാം. അവർ അടുക്കലേക്ക് പോകുവാനും അവർക്ക് ആശ്വാസവാക്ക് പറയാനും വേണ്ടുന്ന നന്മകൾ ചെയ്യാനും നമ്മൾ മുന്നോട്ട് വരുമ്പോൾ യേശു തമ്പുരാൻ്റെ ആ ജെറുസലേമിലെ യഥാർത്ഥ യാത്രയിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് തള്ളപ്പെട്ട് കിടന്നതായ ആ മൃഗത്തെ ഒരു വലിയ രാജാവിൻ്റെ മൃഗമെന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ നമ്മളും നമ്മുടെ സമൂഹവും ഉയർത്തപ്പെടും. അതുകൊണ്ട് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം, യേശു ക്രിസ്തുവിൻ്റെ ആ രാജ്യത്വം എല്ലാവരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും മംഗളങ്ങളും ആശംസിച്ചുകൊള്ളുന്നു.
നിരവധി വിശ്വാസികളാണ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാൻ ദേവാലയത്തിൽ എത്തിയിരുന്നത്. ഓശാന ഞായറിന്റെ ഭാഗമായി പ്രദക്ഷിണവും നടന്നു. ഇടവക വികാരി ഫാദർ ജോസഫ് ജോർജിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഓശാന ഞായർ ആചരണം നടന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.